ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ധ്യാനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് അർജൻറ്റ് മെസ്സേജ് ഫ്രം യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മെസ്സേജ്, ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണെന്ന് നോക്കാം. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ധൈര്യം ഇല്ലാതെ, തീരുമാനമെടുക്കാൻ ധൈര്യം ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, അത് നമ്മളെ തന്നെ വേദനിപ്പിച്ച്, നമ്മൾ തന്നെ ഒരുപാട് സഹിച്ച് ഇനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷേ പോയേ പറ്റുള്ളൂ എന്ന് മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടികാളയെ പോലെ പണിയെടുക്കുന്നു എന്ന് പറയാം. ഒരു സമയവും റെസ്റ്റ് ഇല്ലാതെ, മറ്റുള്ളവർ നമുക്ക് എന്നിട്ട് ഒരു മൂല്യവും തരാതെ ഇരിക്കുന്ന ആൾക്കാർ, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യം നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം, ആ ഒരു മൂവ് നമ്മൾ തന്നെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ, ചിലപ്പോൾ നമ്മളുടെ കൂടെ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നമ്മൾ ആരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെയാണ് ആദ്യം പരിശ്രമിക്കേണ്ടത്. ഇത് മറ്റാരെങ്കിലും പുഷ് ചെയ്തോ സപ്പോർട്ട് ചെയ്തോ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ തന്നെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ മൂവ് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. യു ആർ ഗുഡ് ഇനഫ് ആണ്. അപ്പോൾ ഇതിൽ സ്വയം എന്നെ എന്തിനു കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള മെസ്സേജാണ്. ചിലപ്പോൾ നിങ്ങളുടെ രൂപത്തെയോ ഒക്കെ നിങ്ങൾ ചിലപ്പം അത്രത്തോളം ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ബോഡി ഷെയ്മിങ്ങോ മാറ്റി നിർത്തലോ ഒക്കെ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരിക്കാം, മാറ്റി നിർത്തിയതിൻ്റെ ട്രോമാസ് ഒരുപാടുണ്ടായിരിക്കാം, ഒറ്റപ്പെട്ടു പോയതിൻ്റെ ട്രോമാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോഴും ഞാൻ അത്ര പോരല്ലോ, മറ്റുള്ളവരെ പോലെയുള്ള കഴിവുകൾ എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ കാണാനുള്ളൊരു അട്രാക്ഷൻ എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മുടിയില്ലല്ലോ, അല്ലെങ്കിൽ നിറമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, നമ്മൾ യുണീക്കാണെന്ന് മനസ്സിലാക്കുക. ഓരോ വ്യക്തികളും, ഈ ഭൂമിയിൽ ഉള്ള ഓരോ വ്യക്തികളും യുണീക്കാണ്. അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനഫാണെന്ന് വിചാരിക്കുക. ഞാൻ ഓക്കെയാണ്, ഞാൻ പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും തെറ്റുകൾ, സ്വയം എന്തെങ്കിലും ഇപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്യേണ്ടി വന്ന ആൾക്കാർ, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും മനസ്സിലാക്കുക, ഒരു തെറ്റിൽ നിന്നാണ് ശരിയുണ്ടാകണത്. അപ്പം ആ തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിവുണ്ടായാൽ അതിൽ പിന്നെ നമ്മളതിനെ ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളുടെ തെറ്റുകളോടും കുറ്റങ്ങളോടും കുറവുകളോടും കൂടി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മളെ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മളെ രൂപവും ഭാവവും ഒക്കെ മാറും. അപ്പോൾ ഈ ഒരു സമയം ചിലപ്പം മറ്റുള്ളവരുടെ ബോഡി ഷെയ്മിങ്ങിലൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അവർ നിങ്ങളുടെ രൂപവും ഭാവവും ഒന്നും നോക്കൂല. അപ്പോൾ ആദ്യം അതിൽ ആ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മളാണ് കേട്ടോ. നമ്മളാണ് നമ്മളെ വിശ്വസിക്കേണ്ടത്, നമ്മളാണ് നമ്മളെ സ്നേഹിക്കേണ്ടത്.
എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതിനകത്തൊരു ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ആ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമല്ല, നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന പോലെ നിങ്ങളൊരു പ്രണയം ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു പുതിയ റൊമാൻറ്റിക് സൈക്കിൾ, ഒരു പുതിയ പ്രണയം, പുതിയ സ്നേഹബന്ധം തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം കുറേ ആൾക്കാർ പഴയ ആ ട്രോമയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് എനിക്ക് മാത്രം നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നില്ല, അല്ലെങ്കിൽ വരുന്നതെല്ലാം വീണ്ടും ചീറ്റിംഗ് തന്നെ തന്നിട്ട് പോകുന്നു, എന്തുകൊണ്ടാണെന്നൊക്കെ സ്വയം വിചാരിക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ ഒരു പുതിയ സൈക്കിൾ, ഒരു റൊമാൻറ്റിക് സൈക്കിൾ, ഒരു പുതിയ പ്രണയം, അതും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സന്തോഷം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ സറൗണ്ടിങ്സിലും നിങ്ങൾ സന്തോഷം കൊണ്ടുവരണം. നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേട്ട്, ഗോസിപ്പ് കേട്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടും നെഗറ്റീവായിട്ടുള്ള ഇമോഷനായിരിക്കും നിറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവ് എനർജി ആയിരിക്കും നിറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അതെല്ലാം മാറ്റിക്കളയുക. നമ്മൾ നല്ല സ്വപ്നം കാണാൻ തുടങ്ങുക. അത് എന്ത് കാര്യമായാലും നമുക്ക് എന്ത് കാര്യമാണോ ആവശ്യം, ആ ഒരു ആവശ്യം ധർമ്മത്തിന് നിരക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, നീതിയുള്ളതാണെങ്കിൽ, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ചും പറയേണ്ടത് ഒരു നീതിയുടെ ഒരു കാര്യം, ഒരു തുലാസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ദ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതും തുലാം രാശിയാണ്. അപ്പോൾ ഇതും തുലാം രാശിയാണ്. തുലാസ് അറിയാമല്ലോ, തുലാസ് എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ തോറ്റു പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. കാരണം ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആ പാസ്റ്റിലെ കാർമിക് സൈക്കിൾ എല്ലാം എൻ്റെ ആയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾ അനുഭവിച്ച് തന്നെ തീർത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ കർമ്മഫലമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ച ആ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അത്രയും അനുഭവിച്ചത്. പക്ഷേ ഈ ഒരു സമയം ഇതിൽ ന്യൂ മൂണിൻ ലിബ്രയാണ്, ഫുൾ മൂണിൻ ലിബ്രയാണ്. അപ്പം രണ്ടും തുലാം രാശിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തുലാം രാശി എന്താണ്? തുലാസാണത്. അത് നമ്മളുടെ കർമ്മയാണ്, ജസ്റ്റിസാണ്. അപ്പോൾ നീതി കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പം ഇതിനി ഏതിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ഏതിലാണ് നീതി വേണ്ടതെങ്കിലും, അത് റിലേഷൻഷിപ്പിൽ നീതി വേണമെന്നെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കും പോലത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ഇനി ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ലെവല് ശരിക്കും ഉയരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ട്, പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും കർമ്മം കൊണ്ട് നിങ്ങൾ ഒരുപാട് കടബാധ്യതകളിലും പ്രശ്നങ്ങളിലും ആയിരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് നീതി കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മളുടെ നല്ല കർമ്മങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. അത് കിട്ടും. കാരണം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, പാസ്റ്റിൽ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലമെല്ലാം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം, നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ബാഡ് കർമ്മയൊക്കെ ഏകദേശം ആൾക്കാരും അനുഭവിച്ച് തീർത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ തുലാം എന്ന് പറയുന്നത് ഈ ഒരു തുലാസ് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നിങ്ങളുടെ കർമ്മ എന്താണെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മം ശരിയാണോ തെറ്റാണോ? അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത്രയും കാലം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്യാറുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഒരു നല്ലൊരു ജീവിതം കിട്ടാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾ മനസ്സിലാക്കുക,
നമ്മൾ അത്രമാത്രം ബാഡ് കർമ്മ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മളുടെ പവർ മിസ്യൂസ് ചെയ്ത ആൾക്കാരായിരിക്കാം. റിലേഷൻഷിപ്പിലെ ആൾക്കാരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പൈസ നമ്മൾ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരെ ചിലപ്പോൾ ഒരുപാട് ഹരാസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജോലി സ്ഥലത്ത് ആർക്കും നമ്മളെ ഇഷ്ടമില്ല. എല്ലാവരും നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ അവരെ ഒരുപാട്, നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെ ഒരുപാട് ഹരാസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിരുന്നു, കുറേ ജോലിക്കാർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരെയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജന്മത്തിലും ഇത് തന്നെ സംഭവിക്കും. അവർ കർമ്മം തീർക്കാൻ നമ്മളുടെ അടുത്ത് വരും. ഇതാണ് ലിബ്ര പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മയൊക്കെ പൂർണ്ണമായും കുറേ ആൾക്കാർക്ക് തീർന്നിട്ടുണ്ടായിരിക്കും. അത് തീരാത്ത ആൾക്കാർ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു തുലാസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളുടെ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പാപകർമ്മങ്ങൾ കുറയുന്നത്, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയും എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.